കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. ഫസീലെ പ്രതി അബ്ദുൾ സനൂഫ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന് പോലീസ്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ ഇന്നലെ ഉച്ചയോടെയാണ് എരഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് ഫസീലയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഫസീലയുടേത് കൊലപാതകം എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. ഫസീലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ഈ ഒപ്പമുണ്ടായിരുന്ന ഈ ഫസീലയോടൊപ്പം ഈ ലോഡ്ജിലുണ്ടായിരുന്നത് തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫാണ്. ഈ സനൂഫിനായാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. നിലവിലെ വിവരമനുസരിച്ച് ഇയാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ വിവരം. അതിനാൽ തന്നെ അയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മാസം 24-നാണ് ഇരുവരും ഈ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ഈ യുവതിയുടെ മൃതദേഹം അവിടെ കാണപ്പെടുകയായിരുന്നു. ഇയാളെ അവിടെ ലോഡ്ജിൽ കാണാനുമില്ലായിരുന്നു. ഇതാണ് ഈ ദുരൂഹതകളിലേക്കൊക്കെ നയിച്ചത്. ഇയാൾ ഈ ലോഡ്ജിൽ നൽകിയ അഡ്രസ്സും വ്യാജമായിരുന്നു, അവിടെ നൽകിയ പേരും മറ്റു വിവരങ്ങളും ഒക്കെ വ്യാജമായിരുന്നു. അതിനാൽ തന്നെ ഇതൊക്കെ ഒരു ദുരൂഹതയ്ക്ക് വഴിവെച്ചു. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഏതായാലും ഈ അബ്ദുൾ സനൂഫ് എന്നയാൾ പോലീസിന്റെ പിടിയിലാകേണ്ടതുണ്ട്. അയാൾ പിടിയിലായി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് മറ്റു വിവരങ്ങൾ, എങ്ങനെയാണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയത്, ആരൊക്കെയാണ് ഇതിന് സഹായിച്ചത്, ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.